ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്കിനി പഠിക്കാനുള്ള ടോപ്പിക്ക് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റാണ്. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആണ്. അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ്. എ ന്യൂ കൺസെപ്റ്റ് which is gaining more and more importance in recent years is the operating cycle concept of working capital. Operating cycle refers to the average time elapses between the purchase of raw materials and the final cash realization. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ദ ഫൈനൽ ക്യാഷ് റിയലൈസേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ടൈമും അതുപോലെ തന്നെ ആ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഗുഡ്സ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി അതിൽ നിന്ന് ക്യാഷ് കിട്ടുന്ന ടൈമും തമ്മിലുള്ള ആ ഗ്യാപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹണ്ട്, വില്യം ആൻഡ് ഡൊണാൾഡ്സൺ, the working capital is required because of the time gap between the sales and their actual realization in cash. ഇവിടെ ഈ ഒരു ഡെഫിനിഷൻ പറയുന്ന ഇതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് ദെയർ ആക്ച്വൽ റിയലൈസേഷൻ ഇൻ ക്യാഷ്. സെയിൽസും ആ സെയിൽസിന് ശേഷം ആ സെയിൽസിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് റിയലൈസ് ചെയ്യുന്ന ആ ക്യാഷ് തമ്മിലുള്ള ടൈം ഗ്യാപ്പിന് എന്താ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാൻ സാധിക്കും. ദിസ് ടൈം ഗ്യാപ്പ് ഈസ് ടെക്നിക്കലി ടേംഡ് ആസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈം ഗ്യാപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ബിസിനസ് ഫേം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ടൈം മുതൽ ആ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രൊഡക്ഷൻ നടത്തി ദെൻ അത് സെയിൽസ് നടത്തി ആ സെയിൽസിൽ നിന്ന് ക്യാഷ് വീണ്ടും റിയലൈസ് ചെയ്യുന്ന ആ ടൈം ഉള്ള ആ ടൈം ഗ്യാപ്പിനാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ദെൻ ക്യാഷ് ഈസ് യൂസ്ഡ് ടു ബൈ റോ മെറ്റീരിയൽസ് ആൻഡ് അതർ സ്റ്റോർസ്. ദെൻ ദ റോ മെറ്റീരിയൽസ് ആൻഡ് സ്റ്റോർസ് ആർ ഇഷ്യൂഡ് ടു ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. Wages are paid and other expenses are incurred in the process and work in progress came into existence. After some times, the work in progress becomes finished goods. Finished goods are sold to customers on credit. In the course of time, these customers pay cash. Cash is realized and the cycle is completed. Thus, the cash is converted into raw materials which are converted into work in progress. These work in progress become finished goods which are converted into debtors and bills. Finally, cash is realized from debtors and bills. This time period is simply known as operating cycle or cash cycle or working capital cycle. ഇവിടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണെന്ന് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ബിസിനസ് ഫേം മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്റ്റോർസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് ക്യാഷ് ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലേ. ക്യാഷും കൊണ്ടാണ് ബിസിനസ് ഫേം പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും സ്റ്റോർസൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യും, ഇവർ ഈ റോ മെറ്റീരിയൽസും സ്റ്റോർസും ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തും. മീൻസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഈ മെറ്റീരിയൽസൊക്കെ ഇഷ്യൂ ചെയ്യും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യും, ഇവർ വർക്കേഴ്സിൻ്റെ വേജസും അതുപോലെ അതർ എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാവും. മീൻസ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി വർക്കേഴ്സിന് ആവശ്യമാണ്. ആ വർക്കേഴ്സിന് വേജസ് കൊടുക്കണം, അതുപോലെ തന്നെ അതർ എക്സ്പെൻസസ് ഉണ്ടാകുന്നുണ്ടല്ലേ. അപ്പം അതിനുശേഷം എന്താ വർക്ക് ഇൻ പ്രോഗ്രസ് ആയി മാറുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ, പകുതി പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സായിട്ട് മാറുന്നു. വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ആ വർക്ക് ഇൻ പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് മാറുന്നു. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് ചെയ്യും, ഫിനിഷ്ഡ് ഗുഡ്സ് സെയിൽസ് നടത്തും. സെയിൽസ് നടത്തുന്ന സമയത്ത് ചില സമയത്ത് ക്രെഡിറ്റ് സെയിൽസ് നടത്താറുണ്ട്. ക്യാഷ് സെയിൽസ് ആണെങ്കിൽ സെയിൽസ് നടത്തിയ പാടെ തന്നെ നമുക്ക് അതിൽ നിന്ന് ക്യാഷ് കിട്ടുന്നു. ഇനി ക്രെഡിറ്റ് സെയിൽസ് ആണ് നടത്തുന്നതെങ്കിൽ എന്തായിരിക്കും, നമുക്ക് അവിടെ ഡെറ്റേഴ്സ് ഉണ്ടാകുന്നു. ഈ ഡെറ്റേഴ്സ് കുറച്ച് പീരീഡിന് ശേഷം അവർ പറയുന്ന ആ കാലഘട്ടം കഴിയുമ്പം ഡെറ്റേഴ്സിൽ നിന്ന് ക്യാഷ് കിട്ടുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ക്യാഷ് കൊണ്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു,
അതിനുശേഷം കുറേ പ്രോസസ്സ് നടത്തിയതിന് ശേഷം അവസാനം ക്യാഷായിട്ട് മാറുന്നു അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ദസ് ക്യാഷ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു റോ മെറ്റീരിയൽസ് വിച്ച് ആർ കൺവേർട്ടഡ് ഇൻ ടു വർക്ക് ഇൻ പ്രോഗ്രസ്. ദിസ് വർക്ക് ഇൻ പ്രോഗ്രസ് ബിക്കം ഫിനിഷ്ഡ് ഗുഡ്സ് വിച്ച് ആർ കൺവേർട്ടഡ് ഇൻ ടു ഡെറ്റേഴ്സ് ആൻഡ് ബിൽസ്. ഫൈനലി ദ ക്യാഷ് റിലീസ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ആൻഡ് ബിൽസ്. അപ്പോൾ ഈ പീരീഡ്, ഇപ്പം ഇത്രയും പറഞ്ഞ പീരീഡ് ഇല്ല, ഈ പീരീഡിനാണ് അല്ലെങ്കിൽ ഈ ടൈം ഗ്യാപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ അതല്ലെങ്കിൽ ക്യാഷ് സൈക്കിൾ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്നത്. Then in the manufacturing company, the operating cycle is the length of time necessary to complete the following cycle of event. സാധാരണ രീതിയിൽ മാനുഫാക്ചറിങ് കമ്പനിയിൽ ഈ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ഡ്യൂറേഷൻ വളരെ കൂടുതലാണ്. അപ്പം മാനുഫാക്ചറിങ് കമ്പനിയിൽ അവരുടെ ഓപ്പറേറ്റിംഗ് സൈക്കിള് അല്ലെങ്കിൽ അവരുടെ ഓപ്പറേറ്റിംഗ് സൈക്കിള് മുഴുവനായിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ കുറച്ച് ഈവൻറ്റ്സ് ഉണ്ട്. ആ ഈവൻ്റാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് കൺവേർഷൻ ഓഫ് ക്യാഷ് ഇൻ ടു റോ മെറ്റീരിയൽസ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ക്യാഷിനെ റോ മെറ്റീരിയൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സെക്കൻഡ് വൺ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു വർക്ക് ഇൻ പ്രോഗ്രസ്. റോ മെറ്റീരിയൽസിനെ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ കൺവേർഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. ദെൻ കൺവേർഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ ടു അക്കൗണ്ട് റിസീവബിൾസ് ഓർ ഡെറ്റേഴ്സ് ഓർ ബിൽസ്. ദെൻ ലാസ്റ്റ് കൺവേർഷൻ ഓഫ് അക്കൗണ്ട് റിസീവബിൾസ് ഇൻ ടു ക്യാഷ്. എന്ന് വെച്ചാൽ ഓപ്പറേറ്റീവ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു മാനുഫാക്ചറിംഗ് ഫേമിൻ്റെ ഓപ്പറേറ്റീവ് സൈക്കിളിൽ ഇത്ര ഈവൻറ്റ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ദെൻ ഇവിടെ ഒരു പിക്ചർ നോക്കുക. ഓപ്പറേറ്റീവ് സൈക്കിളിൻ്റെ എന്ന് വെച്ചാൽ ക്യാഷിൽ നിന്ന് റോ മെറ്റീരിയൽസ് ആയിട്ട് മാറുന്നു, റോ മെറ്റീരിയൽസിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുന്നു, ഫിനിഷ്ഡ് ഗുഡ്സിൽ നിന്ന് അക്കൗണ്ട് റിസീവബിൾസ് ആയിട്ട് മാറുന്നു, അതിന് അക്കൗണ്ട് റിസീവബിൾസ് വീണ്ടും ക്യാഷായിട്ട് മാറുന്നു. ഒരു സർക്കിളായിട്ട് സൈക്കിളായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആ ക്യാഷിനെ റോ മെറ്റീരിയൽസ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നു. ദെൻ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. വീണ്ടും അതിനെ നമ്മൾ അക്കൗണ്ട് റിസീവബിൾസ് ആയിട്ട് മാറ്റുന്നു, വീണ്ടും ക്യാഷായിട്ട് മാറ്റുന്നു. അപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സൈക്കിളാണ്. അപ്പോൾ ഈ സൈക്കിളിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓർ ക്യാഷ് സൈക്കിൾ എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റാണ്. The concept of operating cycle is applied to ascertain the requirements of working capital. This is necessary to meet the operating expenses of a going concern. This concept is based on the continuity of the flow of values in the business operation. This is important concept because the longer the operating cycle, the more working capital of the company needs. ഇവിടെ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓർ ക്യാഷ് സൈക്കിളിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഒരു ബിസിനസ് ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് സൈക്കിള് അവർ കണ്ടുപിടിക്കുന്നത് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ആ സൈക്കിൾ അവർ കണ്ടുപിടിക്കുന്നത് എന്തിനാ, ഒരു ബിസിനസ് ഫേമിന് എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പം ഇങ്ങനെ ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ അറിയുന്നത് വഴിയായിട്ട് കമ്പനിക്ക് ആ ബിസിനസ് ഫേമിലുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എത്രത്തോളം വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എത്രത്തോളമാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ബിസിനസ് ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് സൈക്കിള് വളരെ വലുതാണെങ്കിൽ, ലോങ്ങർ ആണെങ്കിൽ, അങ്ങനെയുള്ള ബിസിനസ് ഫേമിന് എന്തായിരിക്കും, കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളിവിടെ ആ സൈക്കിള് പറഞ്ഞായിരുന്നല്ലോ, ഈ സൈക്കിള് ക്യാഷ് നിന്ന് റോ മെറ്റീരിയൽസ് ആയിട്ട് മാറുന്നു, റോ മെറ്റീരിയൽസിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുന്നു, ഫിനിഷ്ഡ് ഗുഡ്സിൽ നിന്ന് റിസീവബിളായിട്ട് മാറുന്നു, റിസീവബിളിൽ നിന്ന് അക്കൗണ്ട് റിസീവബിളിൽ നിന്ന് ക്യാഷ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ വളരെ കൂടുതലാണെങ്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ക്യാഷിൽ നിന്ന് റോ മെറ്റീരിയൽസ് ആയിട്ട് മാറുന്ന ആ ഡ്യൂറേഷൻ വളരെ കൂടുതലും, റോ മെറ്റീരിയൽസിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടും ഫിനിഷ്ഡ് ഗുഡ്സിൽ നിന്ന് റിസീവബിളായിട്ടും റിസീവബിളിൽ നിന്ന് ക്യാഷ് ആയിട്ട് വരുന്ന ആ ഡ്യൂറേഷൻ വളരെ കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് ഫേമിന് എന്തായിരിക്കും, കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അപ്പം ബിസിനസ് ഫേം ആദ്യമേ വർക്കിംഗ് ക്യാപിറ്റൽ ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണെന്ന് അറിയാം അല്ലേ. അപ്പം ഇവരുടെ ആ ഡ്യൂറേഷൻ വളരെ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ലെങ്ത് വളരെ കൂടുതലാണെങ്കിൽ ആ ബിസിനസ് ഫേം എന്ത് ചെയ്യണം, ആ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി നോക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതാണ്. ഈ ബിസിനസ് ഫേം എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റ് മസ്റ്റ് എൻഷുർ ദാറ്റ് ദിസ് സൈക്കിൾ ഡസ് നോട്ട് ബിക്കം ടു ലോങ്. ഒത്തിരി ലോങ്ങർ ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡ്യൂറേഷൻ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും,
ഈ ബിസിനസ് ഫേമിന് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ദിസ് കൺസെപ്റ്റ് മോർ precisely measure the working capital requirements, traces its changes and determines the optimum level of working capital requirements. അപ്പം ഈ ഓപ്പറേറ്റീവ് സൈക്കിൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് സൈക്കിൾ വഴിയായിട്ട് ബിസിനസ് ഫേമിന് ആ ബിസിനസ് ഫേമിൻ്റെ ഓപ്പറേറ്റീവ് സൈക്കിൾ അല്ലെങ്കിൽ ആ ഡ്യൂറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഒരു ബിസിനസ് ഫേമിന് ഡ്യൂറേഷൻ ഓപ്പറേറ്റീവ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ വളരെ കൂടുതലാണെങ്കിൽ ആ ബിസിനസ് ഫേം ആ ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നു. അതുവഴിയായിട്ട് ഒരു ഓപ്റ്റിമൽ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പറേറ്റീവ് സൈക്കിൾ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഓപ്പറേറ്റീവ് സൈക്കിൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേറ്റീവ് സൈക്കിൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് സൈക്കിൾ വഴിയായിട്ട് ബിസിനസ് ഫേമിന് അതിൻ്റെ ഡ്യൂറേഷൻ ഓപ്പറേറ്റീവ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുവഴി എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റലാണ് ബിസിനസ് ഫേമിന് വേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഈ ബിസിനസ് ഫേമിൻ്റെ ഓപ്പറേറ്റീവ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ വളരെ കൂടുതലാണെങ്കിൽ അത് കുറച്ചുകൊണ്ട് ഒരു ഓപ്റ്റിമം ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഓക്കെ.